ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമ്പലച്ചൻ. ഭർത്താവ് വ്യഭിചാരി, കണ്ട സ്ത്രീകളുടെ കൂടെയൊക്കെ കിടക്കുക. ഒരു ഭാര്യയുടെ മനസ്സിടിയാൻ വേറെന്ത് വേണം? മകൻ താൻ തോന്നി അപ്പനേക്കാൾ വഷളനായി ജീവിക്കുന്നു. ഒരമ്മയ്ക്ക് വ്യസനിക്കാൻ, ഹൃദയനേറ്റലുണ്ടാകാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്നിട്ടും മനസ്സിടിയാതെ, നിരാശപ്പെടാതെ പ്രാർത്ഥനയും ഭക്തകൃത്യങ്ങളിലും ശരണം പൂണ്ട ഒരു പെണ്ണ്, അതിലൂടെ ദൈവത്തിൽ ശരണം വെച്ച ഒരു പെണ്ണ്. എന്താ സംഭവിച്ചത്? മകൻ മാനസാന്തരപ്പെട്ടു, മെത്രാനായി, വലിയ വിശുദ്ധനായി, സഭയുടെ വേദപാരംഗതനായി. ഒരമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി. വിശുദ്ധ മോനിക്ക പുണ്യവതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന മോനിക്ക പുണ്യവതി, ഹിപ്പോയിലെ മോനിക്ക. 322 അവർ ജനിച്ചു, 387 അവർ മരിച്ചു. വിശുദ്ധ ആഗസ്തിനോസിൻ്റെ അമ്മ. മിക്ക ക്രൈസ്തവ വിഭാഗങ്ങളും മോനിക്കയെ വിശുദ്ധയായി വണങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ അൾജീരിയയിലെ തഗാസ്തെ എന്ന സ്ഥലത്താണ് മോനിക്ക ജനിച്ചത്. റോമാക്കാരനായ പട്രീഷ്യസിന് ചെറുപ്പത്തിൽ വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടു മോനിക്കയെ. വലിയ ഉദ്യോഗസ്ഥനായിരുന്ന പട്രീഷ്യസ് വലിയ മുൻകോപിയുമായിരുന്നു. വളരെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന അയാൾക്ക് മോനിക്കയുടെ ധർമ്മദാനം, പ്രാർത്ഥന, സൽപ്രവൃത്തികൾ ഇതൊന്നും ദഹിച്ചില്ല. കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന അയാളുടെ അമ്മയെയും മോനിക്കയെയും അയാൾ പീഡിപ്പിച്ചു. അയാളുടെ അമ്മയും മോനിക്കയെ പീഡിപ്പിച്ചു. അതായത് അമ്മായിയമ്മ, മോനിക്കയുടെ അമ്മായിയമ്മ ഈ മോനിക്കയെ പീഡിപ്പിച്ചിരുന്നു. പല മക്കൾ ജനിച്ചെങ്കിലും 3 പേരെ ശിശുഭരണത്തെ അതിജീവിച്ചുള്ളൂ. അക്കാലത്ത് പലപ്പോഴും കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചു പോകും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ശിശുഭരണത്തെ അതിജീവിച്ച 3 പേര് അഗസ്തിനോസ്, നബീജിയോസ്, പെർപെച്വ. അവരെ മാമോസം വെക്കാനായിട്ട് പ്രജാതിക്കാരനായ പട്രീഷ്യസ് സമ്മതിച്ചില്ല. അഗസ്തിനോസ് രോഗിയായി കിടപ്പിലായപ്പോഴാണ് അവനെ മാമോസം വെക്കാൻ അനുവദിക്കണമെന്ന് മോനിക്ക വീണ്ടും വീണ്ടും ഈ പട്രീഷ്യസിനോട് കെഞ്ചി. ഒടുവിൽ ഇവളുടെ ഈ എന്താ പറയുക, ശല്യം വയ്യാതെ പട്രീഷ്യസ് സമ്മതിച്ചു. പക്ഷേ രോഗം മാറിയതോടെ അയാൾ വാക്ക് മാറി. മകൻ ആഗസ്തിനോസ് ടീനേജർ ആയതോടെ അമ്മയുടെ ആധി കൂടി. തോന്നിയാസത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും പര്യായമായി മകൻ മാറുന്നുവെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. മടിയനുമാണ്, സുഖീനുമാണ്. പ്രസംഗകാല പഠിക്കാനായിട്ട് 17-ാം വയസ്സിൽ ആഗസ്തിനോസ് കാർത്തേജിലേക്ക് പോയി. ആ ഇടയ്ക്ക് പട്രീഷ്യസ് മരിച്ചു. മാനിക്കയൻ പാഷാണ്ഡത ആഗസ്തിനോസിനെ ആകർഷിച്ചു. സത്യവിശ്വാസത്തിൻ്റെ പേരിൽ അമ്മയും മകനും തമ്മിൽ വഴക്കായി. ആഗസ്തിനോസ് റോമയിലേക്ക് പോയി. അവനറിയാതെ അമ്മ പിന്നാലെ പോയി. അവിടെ എത്തിയപ്പോൾ അറിയുന്നു മകൻ മിലാനിലേക്ക് പോയെന്ന്. അവളും വെച്ച് പിടിച്ചു മിലാനിലേക്ക്. അവിടെ വെച്ചാണ് മോനിക്ക പുണ്യവതി അംബ്രോസ് മെത്രാനെ കാണുന്നത്. 17 കൊല്ലത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം ആഗസ്തിനോസ് മാനസാന്തരപ്പെടുന്നത് ആ അമ്മ ആനന്ദത്തോടെ വീക്ഷിച്ചു. അമ്മയെക്കുറിച്ച് ആഗസ്തിനോസിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. എന്നും അമ്മ ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. പാൽക്കഞ്ഞി, അപ്പം, വെള്ളം, വീഞ്ഞ് എന്നിവയുമായി അമ്മ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പീഠത്തിലെത്തും. അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം അംബ്രോസ് മെത്രാൻ അമ്മയോട് പറഞ്ഞു, വീഞ്ഞ് വേണ്ട, കുടിച്ച് പള്ളിയിൽ വരുന്നവർ അതെടുത്ത് പിന്നെയും കുടിക്കും. അതിനുശേഷം അമ്മ പതിവ് മാറ്റി. ഭൂമിയിലെ പല പഴങ്ങളും നിറച്ച കുട്ടയുമായി അവൾ പള്ളിയിലെത്തും. രക്തസാക്ഷികളുടെ പീഠത്തിൽ അവൾ യാചനകൾ സമർപ്പിക്കും. പഴങ്ങളും മറ്റും ദരിദ്രർക്ക് വിതരണം ചെയ്യും. രക്തസാക്ഷികൾ ജീവിതം ബലി കൊടുക്കുകയും കിരീടം ചൂടുകയും ചെയ്ത ആ പീഠത്തിൽ കർത്താവിന് ശരീരത്തിൽ പങ്കുപറ്റാൻ അമ്മ യോഗ്യത നേടിയത് അങ്ങനെയാണ്. സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ആഗസ്തിനോസിൻ്റെ സാക്ഷ്യമാണിത്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. മക്കളെക്കുറിച്ചുള്ള ആദി, ഭർത്താക്കന്മാരെക്കുറിച്ചുള്ള വ്യഗ്രത. നമ്മൾ ചെയ്യേണ്ടത് ഈ അമ്മയെപ്പോലെ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവാസത്തിലും
നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവർ മാനസാന്തരപ്പെടുന്നത് വരെയും നമുക്ക് വിശുദ്ധീകരണം വരുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് തിരുനാളാഘോഷിക്കുന്ന മറ്റ് വിശുദ്ധർ: Transverberación of the heart of Teresa of Avila, Aguilo of Sitin, Amadeus of Lausanne, Angelus of Foligno, Andusa the Younger, Aroncius of Potenza, Braculus of Sorrento, Cesarius of Ars, Carpophoros, David Louis, Decuman, Dominic Barberi, Above Sensa, Etherius of Lyons, Euthalio of Leontini, Fortunatus of Potenza, Gabriel Mari, Gebhard of Constance, Giovanni of Pavia, Guarinus of Zion, Honoratus of Potenza, John Baptiste Guillaume, John Baptiste Susi, John of Pavia, Lisarius of Suserans, Malrubius of Mainz, Maria del Pilar Izquierdo Albero, Narnos of Bergamo, Osi of Cordoba, Petro Paulo Oros, Fanurius Pomena, Roger Cadwalador, Rufus of Capua, Sabinian of Potenza, Martyrs of Tomi, 5 പേര്, martyred in the Spanish Civil War. Antonia Duran Palacios, Antonia Palacios Bonilla de Duran, Antonio Cabrera Calero, Buendura Gabica Exeberia Gerica Beita, Casimiro González Garcia, Etseban Bareneja Arriaga, Fernando González Anon, Francisco Eyuba Gorono, Gennady Piniol Ricarda, Hermenegildo Isa Aregita, Josefa Bonilla Benavides, Jose Felix Serret Angleji, Jose Maria Lopez Carrillo, Juan Antonio Salutreugi Iribaren, Juan Sanchez Molina, Julia Duran Palacios, Maria Brigida Toledano Otza, Maria Luisa Bonilla Benavides, Maura Alvarez Renedo, Memesio Garcia Arevalo Hinoyosa, Pedro Ibanez Alonso, Pelayo Jose Granado Prieto, Pere Walls Piernavu, Placido Camino Fernandez, Quirino Díaz del Blanco, Ramon Marti Soriano, Remigi Tamarit Piniol, Thomas Planas Aguilera, Luis Suarez, Matias Hoye യേഹോ ഗിയോന. സ്വർഗത്തിലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയധികം വിശുദ്ധരെ സ്വർഗീയ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ട അങ്കിയുമായി, കയ്യിൽ കുരുത്തോലയുമായി ആ സ്വർഗീയ ആരാധനയിൽ സംബന്ധിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് പുകച്ചുരുളായി ഉയരുന്നു. വെളിപാട് പുസ്തകം 8:1-4. വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ സ്വർഗത്തിലെ വിശുദ്ധരുടെ ലിറ്റർജിയിലാണ് നമ്മൾ ഭൂമിയിലെ കുർബാനയിലും മറ്റ് ലിറ്റർജികളിലും പങ്കെടുക്കുമ്പോൾ പങ്കുചേരുന്നത്. അങ്ങനെ ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും പുകച്ചുരുളുകളായി ഉയരുകയാണ്. നമുക്ക് ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകളും വിശുദ്ധരുടെ ഓർമ്മയും ആചരിക്കുമ്പോൾ അവരുടെ വിശുദ്ധിയും നമുക്ക് അനുകരിക്കാൻ സാധിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതോടൊപ്പം അവരെപ്പോലെ വിശുദ്ധരാകാനുള്ള മോഹം നമ്മളുണ്ടാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.